ശ്രീ ഉല്ലാസ് കോവൂർ, ഇപ്പോൾ 3 തലങ്ങളിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റേത്, വൈദ്യുതി വകുപ്പിൻ്റേത്, ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ 3 തലങ്ങളിൽ അന്വേഷണം, അതിനുശേഷം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കർക്കശമായ നടപടി ഉണ്ടാകും. ആരാണ് ഈ വീഴ്ച വരുത്തിയത് എന്നത് അത് പരിശോധിച്ചുള്ള നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. പ്രാഥമികമായി തന്നെ ഇപ്പോൾ ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത് പ്രധാന അധ്യാപികയ്ക്കെതിരെയാണ്. അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ നമുക്കറിയാം ആ കുടുംബത്തിനുണ്ടായ ദുഃഖം, അവർക്കുണ്ടായ നഷ്ടം, അത് പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു വീഴ്ചയാണോ എന്നൊക്കെയുള്ളതൊരു പരിശോധന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനോട് തൃപ്തിയുണ്ടോ? ആ തരത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകേണ്ടത്? തീർച്ചയായും ഇത് വീഴ്ച തന്നെയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഈ സ്കൂളിലേക്ക് കടന്നു വന്നാൽ ആ സംഭവ സ്ഥലത്ത് വരുന്ന ഏതൊരാൾക്കും, അത് രാഷ്ട്രീയ അന്ധത ബാധിക്കാത്ത ആര് കടന്നു വന്നാലും, ഒരു പച്ച മനുഷ്യൻ, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ ഈ സ്കൂളിലേക്ക്, ഈ സംഭവ സ്ഥലത്തേക്ക് കടന്നു വന്നാൽ ആ കുടുംബത്തിന്റെ അത്താണിയാകേണ്ടിയിരുന്ന ഒരു 13 വയസ്സുകാരൻ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കുവാനും വെള്ള പൂശുവാനുമുള്ള വ്യാപകമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എച്ച്എമ്മിന് എന്താണ് പണി എന്ന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രി ഇടറോഡിൽ കൂടി കടന്നു വന്ന് സ്കൂളിൽ സന്ദർശിച്ചിട്ട് പോയി. 3 ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിന് ധനസഹായം എന്നുള്ള രൂപത്തിൽ പ്രഖ്യാപിച്ചിട്ട് പോയത്. ഇവിടെ അല്ലാത്ത പാർട്ടി സഹയാത്രികരായിട്ടുള്ള കുടുംബങ്ങൾക്ക് 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ പ്രഖ്യാപിക്കുന്ന ആളുകൾ ഈ നിരാലംബരായ, നിരാശ്രയരായ ഈ കുടുംബത്തിന് പ്രഖ്യാപിച്ചത് 3 ലക്ഷം രൂപയാണ്. സത്യത്തിൽ ഇതിൽ ഒന്നാം പ്രതി സ്കൂൾ മാനേജ്മെന്റാണ്, രണ്ടാം പ്രതി KSEB ആണ്. LDF സർക്കാരുകൾ ഓരോരോ ദുരന്തങ്ങൾ കൊണ്ടുവരുമ്പോഴും ആ ദുരന്ത മുഖത്ത് വന്ന് കടന്നുവരുന്ന ദുരന്തങ്ങളിൽ ഒരു കമ്മീഷനെ പ്രഖ്യാപിക്കാറുണ്ട്. നമ്മളതെല്ലാം കാണാറുള്ളതാണ്. എത്രയോ കമ്മീഷനുകൾ വന്നുപോയി, എത്രയോ റിപ്പോർട്ടുകൾ വന്നുപോയി. അവസാനം എന്തായി സംഭവം, എന്ത് നടപടി ഉണ്ടായി എന്നുള്ളതാണ്. ഇതും അതുപോലെ കടന്നുപോകാൻ ഈ നാട്ടിലെ പൊതുസമൂഹം അനുവദിക്കില്ല എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ ROF കരിങ്കൊടിയും ഏറ്റുവാങ്ങി വീട്ടിലേക്ക് പോയല്ലോ 2 മന്ത്രിമാർ. ഞങ്ങൾ ആദ്യം മുതൽ ഈ കുഞ്ഞ് പിടഞ്ഞു വീഴുന്ന സാഹചര്യം മുതൽ ഈ പാവപ്പെട്ട കുടുംബത്തിനൊപ്പമാ. ഇവിടെ ഒരു MLA ഉണ്ടല്ലോ, ആ MLA ഇന്നലെ 8:30 മണിക്ക് നടന്ന സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികം. ഏകദേശം 7 മണിക്ക്, സന്ധ്യനേരം 7 മണിക്ക് ഒരു ദുരന്തമുണ്ടായി. ഒരു കുഞ്ഞുമകൻ അവന്റെ ജീവൻ നഷ്ടപ്പെട്ട് വിറങ്ങലിച്ച ഒരു നാട് മുഴുവൻ നിൽക്കുമ്പോൾ അദ്ദേഹമാണ് വന്ന് ഇതിനകത്ത് സങ്കുചിത രാഷ്ട്രീയം കുത്തിക്കലർത്താൻ ശ്രമിച്ചത്. MLA ഗുരുതരമായ വീഴ്ചയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഈ സംഭവം നടന്ന് 200 മീറ്റർ അകലെയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം അവിടെ കടന്നു വന്നില്ല. പോട്ടെ, അദ്ദേഹത്തിന് തിരക്കുള്ള മനുഷ്യനാണ്. തിരുവനന്തപുരത്ത് ഔദ്യോഗിക നിർവഹണം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അദ്ദേഹം വന്ന് ഈ സ്കൂൾ മുറ്റത്ത് വന്ന് പറയുകയാണ് ഇവിടെ KSEBക്ക് അനാസ്ഥയില്ല, സ്കൂൾ മാനേജ്മെന്റ് അനാസ്ഥയില്ല. അപ്പോൾ ഈ കുരുന്നു ബാലനാണ് കൃത്യമായി കുഴപ്പമുണ്ടാക്കിയതെന്ന് എന്ന വിചിത്രമായൊരു വാദവുമായി വന്നിട്ട് നാട്ടുകാരുടെ കൂക്കുവിളികൾ ഏറ്റുവാങ്ങി പോകേണ്ടി വന്നില്ലേ? അപ്പോ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി, മനുഷ്യത്വത്തോടുകൂടി കടന്നു വന്ന് ഈ സംഭവ സ്ഥലം സന്ദർശിക്കുന്ന ഏതൊരു മനുഷ്യനും, ഒരു പച്ച മനുഷ്യനും ഇത് കൃത്യമായ അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സത്യസന്ധമായി വിലയിരുത്തി പോകുവാൻ കഴിയും. ഇവിടെ വിശദങ്ങളായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പിന്നീട് പങ്കുവെക്കാം. ഇവിടെ 13/5/2025 DGE 95/20/2025 Q1 P1 ഒരു സർക്കുലർ ഇറക്കിയല്ലോ. എല്ലാ വർഷവും ഇറക്കുന്ന സർക്കുലറാണ്. ഈ വർഷം ഇറക്കി. 13/5 ഇറക്കിയ സർക്കുലറാണ്. അപ്പോ ഇതൊരു പ്രത്യേക അധികാര കേന്ദ്രം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ ഇത് പാർട്ടി സുരക്ഷിതത്വവും ഒക്കെ അദൃശ്യമായ
കരവലയങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഈ സ്കൂൾ മാനേജ്മെന്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 13(5) സർക്കുലർ പാലിക്കാതെ ഇവിടെ ഊഞ്ഞാലിന് സമാനമായി ഇത്രയും താഴേക്ക് വന്നിട്ടും ഇത് ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ ഇന്നലെ വിചിത്രവാദങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. ഇത് കോവൂർ ഉന്നതിയിലേക്ക് പോകുന്ന സപ്ലൈയാണ്, ഒരിക്കലുമല്ല. ഇത് തൊട്ടടുത്ത ഈ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗേൾസ് ഹൈസ്കൂളിലേക്ക് പോകുന്ന കണക്ഷനാണ്. ഞാൻ ഇതിനെ സങ്കുചിതമായി രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുകയല്ല, മറിച്ച് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച പരിഹരിക്കണം. ആ കുറ്റക്കാർക്കെതിരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു HM-ലേക്ക് മാത്രമായി ഇതിന്റെ വീഴ്ചയെ അതാണ് അങ്ങനെ HM-ലേക്ക് മാത്രമായി ഇത് പോകുന്നുണ്ടോ, ചുരുക്കുന്നുണ്ടോ പ്രാഥമിക ഘട്ടത്തിലെങ്കിലും എന്നുള്ള സംശയമാണ്.